നമ്മൾ ആദർശ് സീറ്റ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ 3 ഫാമിലി ഇതുണ്ട്, നമ്മുടെ 3 വീടുകൾ ഒരുമിച്ച് നമ്മളെടുത്ത് അവർ 3 പേരും കൂടെ നമ്മൾ പോവുകയാണ്. സോ നമുക്ക് അവിടെ വെച്ച് കാണാൻ സംഭവം. ഇപ്പം നമ്മൾ മോർണിംഗ്ടൺ പെനിൻസുല ഫ്രീവേയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഫ്രീവേ ആണ്. ഓക്കെ, ഒരൊറ്റ കുലുകിന് നമ്മൾ റൈറ്റിലോട്ട് നമ്മൾ മെർജ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ക്രമേണ അതിനകത്തേക്ക് ലയിച്ച് ചേരുവാണ്. ഓക്കെ, ഓ വാ, ദാറ്റ്സ് ദ വൺ. നമ്മളിവിടെ വന്നിട്ടുണ്ട്. സംഭവം ഏകദേശം ഒരു 6 മിനിറ്റ് കൂടിയാണ് കാണിക്കുന്നത്. ഹൈവേയിൽ നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ 60 സോണിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാം ആദർശ് സീറ്റ് C789. ഓക്കെ, നമുക്ക് ഇവിടെ ഏകദേശം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. പാവ് സ്ട്രീറ്റ് സ്ഥലമാണ്. 400 meters 100 സ്പേസസ് 100 ഇതുണ്ടെന്നാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. നമുക്കത് അങ്ങോട്ട് പോകാം എന്തായാലും. അത് തന്നെ എൻചാന്റഡ് പാർക്ക് എന്ന് പറയുന്ന സംഭവം ഇതാണ്. ഈ സ്ഥലത്തേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എൻചാന്റഡ് ഗാർഡൻ. ഓക്കെ, അഡ്വഞ്ചർ ഗാർഡൻ. അപ്പൊ അതിന്റെ എൻട്രൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. എൻട്രൻസ് പാർക്കിംഗ്. അപ്പൊ ഇവിടെ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ലൈനിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. വൺ സൈഡിലൂടെ കയറി അപ്പുറത്തേക്ക് പോകും. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വണ്ടി ഇടാവുന്നുള്ള ഒരു പരുവാന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇവിടെ വൺ വേ ആണെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ തടി കൊണ്ടൊക്കെ ആണ് സാധനങ്ങൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെ പാർക്കിങ്ങിനുള്ള സ്പോട്ടുകളൊക്കെ അപ്പം ജിജോമോൻ അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് സ്പോട്ട് ഉണ്ട്. അവിടെ നമുക്ക് 3 വണ്ടി ലിജിമോളും കൂടെ വരുന്നുണ്ട്. ലിജിമോൾക്ക് വണ്ടി ഇടാനുള്ള സ്പോട്ടും കൂടെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഷീസ് ഓൾറെഡി ഹിയർ ആണ്. കൂടെ ഇടാനുള്ള സ്പോട്ട് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്പോട്ട്. നമ്മളിനി ഒരു ചെറിയൊരു വാക്കിങ്ങിന് നമ്മൾ പോവാണ് കേട്ടോ. അവര് പിള്ളേരൊക്കെ എവിടെ പോയോ? അവര് പിള്ളേരൊക്കെ പോയോ? What is that? This is the Sky Scramble area, as you can see right here on the map. Okay. നമ്മുടെ ഡ്രൈവറായിട്ട് പഴയ ഒരു കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയേക്കുവാണ്. അപ്പം നമ്മൾ എത്ര ആയാലും നമ്മളിലൊരു കൊച്ചു കുട്ടി ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സാധനമാണ് ഇത് കണ്ടോ. ബിന്ദുവാണ് വണ്ടി ഓടിക്കുന്നത്. വാ, മണി അടിച്ച് വിട്ടോ. ഉറങ്ങിയിരിക്കുന്നതാണ് 2 മുതലുകൾ. ഇതാണ് ഇതിൻ്റെ ഒരു റൺ എന്ന് പറയുന്ന ആളുകൾ. ഒരു പോയിന്റ് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു നല്ല ഹൈറ്റ് ഉണ്ട് ഉണ്ടോ അത്. എന്നിട്ട് കംപ്ലീറ്റ് ഒരു എന്താ പറയുക, നമുക്കൊരു നല്ല ഹൈറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മുടെ അഡ്വഞ്ചേഴ്സ്. നമുക്കിവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ഹൈറ്റിലാണ്. അപ്പോൾ ഇവിടുന്ന് കണ്ടോ ഇത്രയും ഏരിയയിലേക്ക് നമുക്കിവിടെ ക്ലിപ്പുകളൊക്കെ ചെയ്ത് ആൾക്കാർ അന്യ വർക്കാണ്. They're gonna give us a raft, and then we're gonna go all the way up there, and then they're gonna send the raft. They're gonna tell us when to go, and from there we're gonna slide down all the way to there. അപ്പോൾ ഇവിടുത്തെ പെൺപിള്ളേരെല്ലാം കൂടെ ഉണ്ടല്ലോ, ഈ സാധനമായിട്ട് മുകളിലോട്ട് പോകാനുള്ള പരിപാടിയാണ് കണ്ടോ. നോക്കിയേ, അപ്പോൾ ഓരോരുത്തരും ഈ സാധനമായിട്ട് ചുമന്നുകൊണ്ട് പൊക്കോണം.
അതുകൊണ്ട് ഇതുപോലെയുള്ള സാധനങ്ങൾ. Sorry, buddy. You go with Xander. Have you had enough? Okay, do you want to go with my pin? She's over there. What's that, mate? Well, what's kind of the deal? You guys. നമ്മുടെ ഹീറോസ് ഇവിടെ വരുന്നുണ്ട്. ഹീറോസ് അയ്യോ സോ ഇനി നമ്മള് ഈ മരത്തെ കൂടെ കയറി താഴോട്ട് പോകാൻ പോവാ, വള്ളിയെ കൂടെ. അപ്പൊ ഇത് നമ്മൾ ഹാർനസ് ഒക്കെ കെട്ടി സെറ്റ് ചെയ്ത് നിൽക്കുന്ന സീനാണ്. ശരിക്കും എനിക്ക് നോർന്ന് നിൽക്കാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ നമ്മളെ കംപ്ലീറ്റ് വിത്ത് ഇങ്ങനെ കൊളുത്തി നമ്മൾ വരിഞ്ഞു മുറുകി നമ്മൾ പോകുന്നുണ്ടോ. അപ്പുചേട്ടായി പോകണുണ്ടോ, കൂടെ നമ്മളും ഉണ്ട്. ഉണ്ടോ, അപ്പൂന് 5 വയസ്സ്, ഞങ്ങൾക്ക് 40 വയസ്സ്, ഇത്രേ ഉള്ളൂ വ്യത്യാസം. നിവത്തേന്ന് പോയി നമ്മൾ ഈ വള്ളിയാക്കൂടെ കയറി പൈസ കൊടുത്ത് വെച്ചിട്ട് ഈ ജാതി പണിയെടുക്കണം, വല്ലോ കാര്യമാണ്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഇതാണ് പുറയിലിരിക്കുന്ന ആരാ, ജിജോപ്പനും ബിന്ദുവും ലിജിമോളും ഉണ്ട് പുറകിൽ. ഓക്കെ, അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അഡ്വഞ്ചറസ്, മനസ്സിലായോ? കണ്ടെത്തി പോയിരുന്ന് കള്ളു കുടിച്ചാൽ ഈ സുഖം കിട്ടുമോ? ഇല്ല. എടാ വിമലേ, പോയി മൂഞ്ച്. ഞങ്ങൾ കണ്ടോ ഇവിടെ വന്നിട്ട് അഭ്യാസം നടത്തുന്നത് കണ്ടോ നീയാ? എന്താ പൊന്നേടാവേ, താവോട്ട് പോയി ചത്തു പോണ സീനാണ്. ഇതിനാണടാ ഈ നൂൽപ്പാലത്തെ കൂടെ പോകാന്ന് പറയണത്. കുഞ്ഞന്നാമ്മ, ഈ പണി എന്നോട് ചെയ്യരുതായിരുന്നടി. ഇയ്യോയെ, ഒരുത്തിയാണ് ഷൂസ് പോലും ഇടാതെ വന്നിട്ട് ഇവിടുന്ന് കടം മേടിച്ചാ കയറിയേക്കണേ. അയ്യോ, the girls are here. Look at that. ലിജിമോള് തിരിഞ്ഞൊക്കെ പോയി. കാലിടിച്ചോ. ഓക്കെ, ഇനി അടുത്ത നമ്മള് മെയ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോവാണ് കേട്ടോ. You have to find 5 Buddha statues like that. Yeah. Like that. Oh, okay. And then you have to find. Oh my God! We found it before you. Okay, you have to find 5 Buddha statues like that. Yeah. And then you have to find a small garden. Then you go into the center, which is another small garden. Okay. Then you have to get out of the maze. All right, sir. ഇതാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മീട്ടുമുയലിൻ്റെ വഴിയാണ്. ഇതിങ്ങനെ നമ്മൾ പൊക്കോണം, പോയിട്ട് നമ്മൾ കറക്റ്റ് ആ വഴിയിൽ ചെന്ന് എത്തിപ്പെടുന്ന സൈസിലുള്ള സാധനമാണ് മീട്ടുമുയലിൻ്റെ വഴി. ഓക്കെ, ഇതിങ്ങനെ അങ്ങ് കിടക്കാണ് കണ്ട. നമ്മളിങ്ങനെ അന്വേഷിച്ച് കറക്റ്റ് അപ്പുറേ നമ്മൾ എത്തിപ്പെടണം. അത് സുഖമാണ്, നല്ല ഓക്സിജൻ്റെ സപ്ലൈ ആണ്. അത് മാത്രമല്ല, ഇതൊരു നല്ലൊരു അരോമാറ്റിക് ആയിട്ടുള്ളൊരു സ്മെല്ലും കൂടെ ഉണ്ട് ഈ സാധനത്തിന്. ഇതുണ്ടോ, അപ്പോൾ ഒരു നല്ല സുഖമുണ്ട് ഇതിനകത്തോടെ നടക്കാൻ കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ മീട്ടുമുയലിൻ്റെ വഴി തപ്പിപ്പോയതാണ്. എല്ലാവർക്കും വഴി തെറ്റിയിട്ടുണ്ടല്ലോ. ഇത് കണ്ടോ, കംപ്ലീറ്റ് തിരിച്ചു പോരുവാണ്. ഈ അവസ്ഥയിൽ നമ്മൾ മിക്കവാറും ഈ വഴി തുളച്ചപ്പുറേ പോകേണ്ടി വരും. പക്ഷെ അവർ ബുദ്ധിപരമായിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ബുദ്ധിപരമായിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. ഇവരാരാ മുതൽ. ഇത് 1993 ഇതിൻ്റെ ഒരു സൃഷ്ടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് അവർ ഇതിങ്ങനെ വെട്ടി
ചെയ്തേക്കുന്ന ഒരു വോള് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു മതിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഒരു മെറ്റീരിയൽ പോലും ഇല്ലല്ലോ, മുഴുവൻ ചെടികളാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇതിലും വലിയൊരു മതിലിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള പോലെ കോൺക്രീറ്റ് കൊണ്ട് മതിൽ വെക്കേണ്ട ആവശ്യമുണ്ടോ അല്ലേ? ഒരു അതിർത്തി തിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്താൽ പോരെ? കാലങ്ങളെടുക്കുമ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്നോളും. ചിന്തിക്കുക. ഇത് നമ്മുടെ റെയിൽവേയുടെ തടിയാണ്. സത്യം പറഞ്ഞാൽ യൂസ്ഡ് ആയിട്ടുള്ള റെയിൽവേയുടെ ഇതല്ലേ സ്ലീപ്പേഴ്സ് ഫിക്സ് ചെയ്യുന്നതാണ്. അതിനെ അവർ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തേക്കുന്നുണ്ട്. 2 ഇരിപ്പിടങ്ങളാക്കി മാറ്റിയേക്കുക ഉണ്ടോ? അത് ത്രൂ ഔട്ട് നമുക്കവിടെ കാണാൻ പറ്റും. വളരെ നൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് കോസ്റ്റ് എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഒരു എന്താ പറയുന്ന ഒരു മനോഹരമായ രീതിയിലാണ് ചെയ്തേക്കുന്നത്. മറ്റൊരു ബിൽഡിംഗ് ഉണ്ടോ, നമ്മുടെ ഒരു ചെടി തന്നെയാണിത്. ഇത്ര മനോഹരമായിട്ട് ആ ബോർഡർ ചെയ്ത് വെച്ചേക്കുന്നത് നോക്കി. ഓ ബ്യൂട്ടിഫുൾ. ഇവിടെ അതുപോലെ തന്നെ കണ്ടോ, ലുക്ക് അറ്റ് ദ ബ്യൂട്ടി. ഇതേ വാ ഉണ്ടോ? ഇതൊരു അതുപോലെ തന്നെ ഒരു വർക്ക് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഗ്യാസിൻ്റെ സ്റ്റൗ നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടൈൽ ഗ്യാസിൻ്റെ. അപ്പം നമ്മുടെ വൂൾവർട്സിൻ്റെ സാധനങ്ങളാണ് നമ്മളിന്ന് കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത്. വൂൾവർട്സിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് സോസേജ് ഉണ്ടാക്കുന്നു. പിന്നെ ടർക്കിഷ് ബ്രെഡിൻ്റെ റോൾസാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് പിള്ളേർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ തന്നെ ലോക്കലായിട്ടുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ വൂൾവർട്സിൻ്റെ സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ യൂസ് ചെയ്യാം. പിള്ളേർക്ക് കുഴപ്പമില്ലല്ലോ. നമുക്ക് ആദ്യം ബട്ടർ സ്പ്രെഡ് ചെയ്യത്തില്ല. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെജീസ് നമുക്ക് വെക്കാം. നമുക്കിവിടെ സ്പിനാച്ച് ഉണ്ട്, കുറച്ച് സ്പിനാച്ച് നമുക്ക് ഇതിനകത്ത് വെക്കാം. നമുക്ക് ഇതിനകത്തേക്ക് ഇനി ചിക്കൻ നമുക്ക് വെക്കാം. കൈ കൊണ്ട് എടുക്കാനും പറ്റുമോ? സ്പ്രെഡ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ കൈ നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ്. അപ്പം നമ്മുടെ മക്കൾക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. വരുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, എന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ കഴിച്ചാൽ നമ്മൾ ഇതിനെടുക്കുന്നു. നമുക്ക് നോക്കുക, ഏറ്റവും നല്ല ഒന്നാന്തരം ചിക്കനാണിത്. വൂൾവർത്തിന്റെ ചിക്കനാണ്. സോ വളരെ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ സാധനമാണ്. കണ്ടോ? It's for you. Oh yes. It's the... Can I have the second? Yeah, the second one is for you. Yeah. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചിക്കൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ നമുക്ക് ചേർക്കാവുന്ന ഒരല്പം മധുരം കിട്ടാൻ വേണ്ടി ഒരല്പം ഹോയിസൺ സോസ് കൂടെ നമുക്ക് ചേർക്കാം. മതിയോ? Are we allowed to take that? Andy, are we allowed to take that? Oh yeah. ഫുള്ള് കഴിക്കില്ല, പഠിച്ചോളൂ. അല്ല കുഴപ്പമില്ല, അവിടെ ബാക്കി അമ്മച്ചിക്കുള്ളത് ശരിയാക്കടാ. അമ്മച്ചി അവിടെ ഇവിടെ ഇതായിരുന്നു. ടിഷ്യൂ പേപ്പർ ഉണ്ട് കേട്ടോ മക്കളെ അവിടെ. ഇനി അമ്മയ്ക്ക് ഇതിനകത്ത് തന്നെ വരാം. ഓക്കെ. ഇവിടെ സോസേജ് ഉണ്ടാക്കുവാണ്. രണ്ടാമത്തെ ആർക്കായിരുന്നു മോനെ? അപ്പുച്ചേട്ടല്ലേ? അപ്പുച്ചേട്ടൻ എന്തിനാ നന്ദി കഴിക്കണം. ഇവിടെ ജിജോ ആണ് ഇങ്ങനെ. അച്ചോടി എന്റെ കൊച്ചിന് തന്നില്ലടി. അത്തോടി തരാട്ടോ. ചേട്ടായി അവക്കൊരു കുഞ്ഞി വീട് കൊടുത്തു. അവളൊരു കുഞ്ഞി അത് കൊടുക്ക. ഷീസ് എൻജോയിങ് അല്ലേ? നമുക്ക് ആർദർ സീറ്റിൽ നമ്മൾ പോയിട്ടിങ്ങ് വരുമ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ ആണ്. ഇതാണ് ആ വ്യൂ. ആടി പൊളി എന്ന് പറഞ്ഞാണല്ലോ. കണ്ടോ? നമുക്ക് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അങ്ങേ അറ്റത്ത് നമുക്ക് കാണാൻ പറ്റും സിറ്റി. കണ്ടോ? സിറ്റി കണ്ടോ? കണ്ടോ? അങ്ങ് മുകളിലായിട്ട് നമുക്ക് കാണുന്നുണ്ടോ?
അതാണ് സിറ്റി. ഓക്കെ, ഇവിടെ എല്ലാം നമുക്കൊരു തീരദേശ ഗ്രാമമാണ് കേട്ടോ. ഒരു തീരദേശ സിറ്റിയാണ് നമ്മുടെ മെൽബൺ എന്ന് പറയുന്നത്, വിക്ടോറിയ എന്ന് പറയുന്നത്. അത് നമുക്ക് ഏകദേശം ഫുൾ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതുവരെ ഡെവലപ്പ് ആയിട്ടുള്ള ഏരിയയുടെ മുഴുവനും ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഒരു വൺ ഡേ ട്രിപ്പാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ സൈറ്റ് സീൻ. ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതുപോലെ മറ്റൊരു സൈറ്റ് സീനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വണക്കം.